ബംഗ്ലാദേശിന്റെ മണ്ണിൽ മടങ്ങിയെത്തി പ്രതികാരം ചെയ്യുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. മുഹമ്മദ് യൂനിസിനെ ഗുണ്ടാ തലവനെന്ന് വിശേഷിപ്പിച്ച ഹസീന യൂനിസ് ചെയ്തതിനൊക്കെ ബംഗ്ലാ മണ്ണിൽ തന്നെ മറുപടി നൽകുമെന്നും വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനിസിനെ വെല്ലുവിളിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. രാജ്യത്ത് തിരികെ എത്തുമെന്നും എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും ഹസീന പറഞ്ഞു. ആഭ്യന്തര കലാപത്തിനിടെ ഭാരതത്തിലേക്ക് പലായനം ചെയ്തെത്തിയ ഹസീന സൂം മീറ്റിംഗിൽ സംസാരിക്കുമ്പോഴാണ് യൂനിസിനെ വിമർശിച്ചത്. ക്രിമിനലുകളുടെ തലവൻ എന്നർത്ഥമുള്ള മോബ്സ്റ്റർ എന്ന പദമാണ് യൂനിസിനെ വിശേഷിപ്പിക്കാൻ ഹസീന ഉപയോഗിച്ചത്. ഭീകരവാദികളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചിരിക്കുകയാണെന്നും രാജ്യത്ത് അരാജകത്വം വളർത്തുകയാണെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു. രാജ്യത്താകെ കത്തിപ്പടർന്ന പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹസീന പദവിയൊഴിഞ്ഞ് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തത്. ഹസീന നിലവിൽ ഭാരതത്തിലാണുള്ളത്. പ്രക്ഷോഭത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകളുമായി ഷെയ്ഖ് ഹസീന സൂം മീറ്റിംഗിലൂടെ സംസാരിച്ചു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും രാജ്യത്ത് മടങ്ങിയെത്തിയാലുടൻ ആവശ്യമായ നഷ്ടപരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും ഹസീന ഉറപ്പു നൽകി. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന പോലീസുകാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് താൻ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും നന്മ ചെയ്യാൻ ഈശ്വരൻ തന്റെ ആയുസ് ദീർഘിപ്പിച്ചു നൽകിയതാണെന്നും അവർ പറഞ്ഞു. 450ഓളം പോലീസ് സ്റ്റേഷനുകൾ അഗ്നിക്കിരയാക്കിയത് മുഹമ്മദ് യൂനിസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിന്റെ മണ്ണിൽ തന്നെ യൂനിസിനെയും കൂട്ടാളികളെയും കൊണ്ട് തങ്ങളുടെ ചെയ്തികൾക്ക് മറുപടി പറയിക്കുമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. അതേസമയം ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് തിരികെ എത്തിച്ച് വിചാരണ നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പറയുന്നത്.